everyone, good evening. Welcome back to Xylem Learning. Arunama Miss ആണ്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓണപരീക്ഷ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് സയൻസിലെ എവേ ഫ്രം ഡിസീസസ്, വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു കംപ്ലീറ്റ് റിവിഷനുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടല്ലേ ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മിസ് ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നുണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ ഡിസീസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാരെന്താ ശ്രദ്ധിക്കേണ്ടത്, ഈ ചാപ്റ്ററിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ ഇതിൽ പഠിക്കുന്നത് പകരുന്ന രോഗങ്ങളെയും പകരാത്ത രോഗങ്ങളെയും കുറിച്ചാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചും. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് അല്ലെ. ഇവരെയാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയുന്നത്. ആർ ഇൽനെസ് ദാറ്റ് ക്യാൻ ബി സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ COVID-19 അതേപോലെ തന്നെ നിപ്പ ഇങ്ങനത്തെ രോഗങ്ങളെയൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, ഇൻഫെക്ഷ്യസ് ആണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പകരുന്ന രോഗങ്ങൾ പോലെ തന്നെ അല്ലെ പകരാത്ത രോഗങ്ങളും ഉണ്ട്. പകരാത്ത രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അടുത്തൊരാൾക്ക് അയാളുടെ കൂടെ സമ്പർക്കം പുലർത്തിയത് കൊണ്ട് ആ അസുഖം വരാറില്ല. ക്യാൻസർ ഒക്കെ അതിന് ഉദാഹരണമാണ്. ക്യാൻസർ വന്ന ഒരാളുടെ കൂടെ നിങ്ങൾ ഇടപഴകി എന്ന് വരുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ക്യാൻസർ വരില്ല. അപ്പൊ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനങ്ങളാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്, അതായത് പകരുന്ന രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പൊ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയാറ്. അപ്പൊ ഈ പകർച്ചവ്യാധികളിൽ തന്നെ കുറേ അധികം പകർച്ചവ്യാധികള് ഉണ്ട്. ആ കുറേ അധികം പകർച്ചവ്യാധികളിൽ തന്നെ ചിലരെ നമ്മൾ മഹാമാരികളായിട്ട് കണക്കാക്കാറുണ്ട്. എന്താ ഈ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡ് കഴിഞ്ഞത് കൊണ്ട് തന്നെ അല്ലെ ഈ പാൻഡമിക് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം പരിചിതമായിരിക്കും. പാൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ആൻഡ് കോണ്ടിനെന്റ് ആൻഡ് എഫക്ട് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഇറ്റ് ഈസ് കോൾഡ് പാൻഡമിക്. സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 etc. are some of the pandemics that we have survived. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതിങ്ങനെ രാജ്യങ്ങൾ കടന്ന് വൻകരകൾ കടന്ന് ഈ ഭൂലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയും ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം രോഗങ്ങളെയാണ് നമ്മൾ മഹാമാരികൾ അഥവാ ഇൻഫെക്ഷ്യസ് ഡിസീസ് പാൻഡമിക് എന്ന് പറയുന്നത്. ഇൻഫെക്ഷ്യസ് അല്ല, ഇൻഫെക്ഷ്യസിൽ തന്നെ കൂടിയ ഇനമാണ്. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് പറയും, പാൻഡമിക് എന്ന് പറയും. എന്താണ് പാൻഡമിക്? പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമാരികളാണ്. കോവിഡ്, ക്ഷയം, വസൂരി ഇതൊക്കെ എന്താണ്, മഹാമാരികൾക്ക് ഉദാഹരണങ്ങളാണ്. ക്ലിയർ ആണല്ലോ, ആർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മഹാമാരികളായിക്കോട്ടെ പകർച്ചവ്യാധികളായിക്കോട്ടെ ഇതൊക്കെ പകർത്തുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പാത്തോജൻ അഥവാ രോഗകാരികൾ എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അതേപോലെ തന്നെ ഹെൽമിന്തസ് തുടങ്ങിയ ആളുകളാണ്. ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് സൂക്ഷ്മജീവികളും ഈ പറഞ്ഞ പാത്തോജൻസ് അഥവാ രോഗകാരികൾ എന്നുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രോഗകാരികളാണ് രോഗം പരത്തുക. അപ്പൊ സൂക്ഷ്മജീവികളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെന്താണ്, നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്. സോ ഡു ഓൾ മൈക്രോ ഓർഗാനിസംസ് എഫക്ട് അവർ ഹെൽത്ത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സൂക്ഷ്മജീവികളുണ്ട്. രോഗകാരികൾ രോഗമുണ്ടാക്കും, പക്ഷെ രോഗകാരികൾ അല്ലാത്ത കുറേ മൈക്രോ ഓർഗാനിസംസ് വേറെയുണ്ട്. അവർ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് നല്ല രീതിയിലും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദഹനവും പോഷകങ്ങളുടെ ആഗിരണവും
ഡൈജഷൻ ആൻഡ് ന്യൂട്രിയൻ അബ്സോർപ്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് വിറ്റാമിൻസ്, അതേപോലെ തന്നെ ന്യൂട്രിയൻ സൈക്കിള് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് ആര് തന്നെയാണ്? ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികളാണെന്ന് നിങ്ങൾ മറന്നു പോവരുത്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മൈക്രോ ഓർഗാനിസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന ഭാഗം എന്ന് പറയുന്നത് രോഗാണുവാഹകർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. എന്താണ് ഈ രോഗാണുവാഹകരുടെ പ്രത്യേകത? രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് വെക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ രോഗാണുക്കൾ പകർത്തുന്ന രോഗാണുക്കളെ പകർത്തുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെക്ടേഴ്സ് അഥവാ രോഗാണുവാഹകർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കൊതുകിനകത്തുള്ള വൈറസ് ആണ് രോഗമുണ്ടാക്കുന്ന രോഗകാരി. പക്ഷെ ആ രോഗാണുവിനെ വഹിച്ചു കൊണ്ടുപോകുന്ന രോഗാണുവാഹകർ അഥവാ വെക്ടർ ആരാണ്? അത് മോസ്കിറ്റോ ആണ്. അപ്പൊ ഡെങ്കിപ്പനിയുടെ വെക്ടർ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? കൊതുകാണ്. എലിപ്പനിയുടെ വെക്ടർ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? എലിയാണ് എന്നുള്ളത് മൈൻഡിൽ ഉണ്ടാവണം. ഇപ്പൊ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ വെക്ടേഴ്സ് ആർ ദ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. House fly, rat, flea, mosquito, bats, etc. are some of the examples of vector organism. അപ്പോൾ വെക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ആരൊക്കെയാണ്? ഈച്ചയുണ്ട്, ചെള്ളുണ്ട്, കൊതുകുണ്ട്, ബാറ്റ് ഉണ്ട്. ഇവരൊക്കെ എന്ത് തന്നെയാണ്? ഇവരെയൊക്കെയാണ് നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ മക്കളെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പകരാനുള്ള മറ്റ് സാധ്യതകൾ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കേ, ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഒക്കെ പകരുന്ന രോഗങ്ങള്, വായുവിലൂടെ സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങള്, അതേപോലെ തന്നെ സോയിൽ ആൻഡ് സീവേജിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് തടയണം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേ, സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം? നോക്കിക്കേ, യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. വാഷിങ്ങിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിപ്പയൊക്കെ വന്ന സമയത്തല്ലേ നമ്മളോട് നിരന്തരമായിട്ട് പറയുന്നുണ്ടായിരുന്നു, കഴുകിയതിന് ശേഷം മാത്രമേ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ, പച്ചക്കറികൾ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ളത്. കാരണം എന്താണ്? ഇതിലൂടെയുള്ള ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നമ്മൾ കുടിക്കുക. എന്തിനാ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നമ്മൾ കുടിക്കുക എന്ന് പറയുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ചാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള എന്ത് ചെയ്യും? രോഗാണുക്കളെല്ലാം തന്നെ നശിച്ചു പോകുന്നതായിരിക്കും. ഇനി നോക്കിക്കേ, അവോയ്ഡ് പേഴ്സണുമായിട്ടുള്ള ഒരു സമ്പർക്കം. എന്താണ് ഈ അവോയ്ഡ്? കോണ്ടാക്ട് വിത്ത് സിക്ക് പേഴ്സൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം, വായുവിലൂടെ പകരുന്ന രോഗങ്ങളായിക്കോട്ടെ, നമ്മുടെ കോവിഡിനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ കോവിഡ് വരുന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞ കാര്യം എന്താ? ക്വാറന്റൈനിലേക്ക് പോയിക്കോളൂ എന്നാ. കാരണം എന്താ? ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാരൊന്നുമില്ലേ, സമ്പർക്കമില്ലാതെ രോഗി ഇരിക്കുന്ന ഒരവസ്ഥയാണ്. സാധ്യതയുള്ള ആളുകളെയും ക്വാറന്റൈനിലാക്കിയിരുന്നു. കാരണം എന്താ? അയാൾ ഇനി വേറെ ആളുടെ അടുത്ത് പോയി സമ്പർക്കം കൂട്ടണ്ട എന്ന് കരുതി. അപ്പോൾ പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? സമ്പർക്കം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. യൂസ് മാസ്ക് മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, അതേപോലെ തന്നെ നമ്മൾ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്തിരുന്നു. ഇതൊക്കെ എന്തിനാണ്? ഈ അസുഖത്തെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സോയിൽ ആൻഡ് സീവേജ്. അപ്പോൾ ഫുട്വെയർ ഇടുക, ചെരുപ്പിടുക എന്നുള്ള പണ്ട് കാലത്ത് നിന്ന് ഒരുപാട് രോഗങ്ങൾ ഈ സീവേജിലൂടെയും സോയിലൂടെയും പകരുന്നത് ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ കുറവാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിലൊന്നാമത്തത് നമ്മളെല്ലാവരും ഫുട്വെയർസ് ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ചെരുപ്പ് ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പണ്ടൊക്കെ ആളുകൾ നിങ്ങൾക്കറിയാം, കക്കൂസ് ടോയ്ലറ്റുകൾ വളരെ കുറവായിരുന്നു. വീടുകൾ പണിത് കഴിഞ്ഞാലും കക്കൂസുകൾ എന്ത് ചെയ്തില്ല? പണികാറില്ലായിരുന്നു. നിങ്ങൾക്കിപ്പം പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ച് മുന്നേ വരെ ശൗചാലയത്തിന്റെ ഒരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. വിദ്യാബാലനായിരുന്നു, ആക്ട്രസ് വിദ്യാബാലനായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. അപ്പം ഗവൺമെന്റിന്റെ ഒരു ആഡ് ആണത്. എന്തായത് എല്ലാ വീടുകളിലും ശൗചാലയം ഉണ്ടാവണം എന്ന് പറയുന്ന രീതിയിലുള്ള. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആളുകളുണ്ട്, അപ്പൊ ഇതെന്താ, ഇതൊക്കെയാണോ പരസ്യത്തിൽ പറയുന്നതെന്നൊക്കെ പലരും അന്തം വിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ കുറച്ചുകൂടെ ആളുകളുടെ പേഴ്സണൽ ഹൈജീൻ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളുടെ അവസ്ഥ അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന കക്കൂസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ മലമൂത്ര വിസർജനം നടത്തുന്നത് പുറം സ്ഥലങ്ങളിലാണ്. അപ്പൊ ഇങ്ങനെ
പണ്ടെന്ന് വെച്ചാൽ കുറേ പണ്ട് കേരളത്തിലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് മലമൂത്ര വിസർജനം നമ്മൾ എന്ത് പറയുന്നത്, യെസ്, ടോയ്ലറ്റുകളിൽ തന്നെ ആക്കണം എന്ന് പറയാൻ കാരണം. പണ്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്തിരുന്നില്ല എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ പല ഡിസീസസും ഈ പറയുന്ന സോയിലൂടെയും സീവേജിലൂടെയും സ്പ്രെഡ് ചെയ്യുന്നത് വന്ന് കൂടുതലായിരുന്നു. ക്ലിയർ? വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഇറ്റ്സ് ഗെറ്റ് ഡേർട്ടി. എല്ലാവരും ചെയ്യാറുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. സോപ്പ് നമ്മുടെ ഹൈജീൻ്റെ വലിയൊരു പാർട്ടാണ്. സോപ്പിട്ട് കഴുകുക എന്ന് പറയുന്നത് അല്ലേ, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത് നോക്കിക്കേ, പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും. മനുഷ്യനെ മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത്? അല്ല അല്ലേ. നമുക്കറിയാം മൃഗങ്ങളെയും പക്ഷികളെയും ജീവികളെയും ചെടികളെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പകർച്ചവ്യാധികൾ ബാധിക്കാറുണ്ട്. അപ്പൊ കൂട്ടുകാരോട് ചോദിക്കും തീർച്ചയായിട്ടും, പച്ചക്കറികള് അതേപോലെ തന്നെ ചെടികള് കിളികള് ഇതിലൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ പഠിച്ചു വെക്കണം. കോമൺ ആയിട്ടുള്ള കുറച്ച് ആനിമൽ ഡിസീസസ്, ഇൻഫ്ലുവൻസ, റാബിസ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസസ് ആനിമൽസിൽ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ അല്ലെ ചെടികളിൽ ഉണ്ടാവുന്നതാണ് ബ്രൗൺ ലീഫ് സ്പോട്ട്. ഇത് എന്തിനാ ഉണ്ടാവാറ്? റൈസിലാണ് ഉണ്ടാവാറ്. നമ്മൾ നോക്കിക്കേ, നെല്ലിലെ തവിട്ടിലപ്പുള്ളി. പിന്നെ നമുക്ക് പറയാം പയറിനകത്തുള്ള മൊസൈക്ക് രോഗം, തെങ്ങിനകത്തുള്ള കൂമ്പ് ചീയൽ. ഇതൊക്കെ എന്താണ്, ചെടികൾക്ക് വരുന്ന അസുഖങ്ങളാണ്. നോക്കിക്കേ, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്. നിങ്ങൾ എഴുതണം ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ്, തവിട്ട് ഇലപ്പുള്ളികൾ. നോക്കിക്കേ, ഇങ്ങനെ തവിട്ടിലപ്പുള്ളി വരും. പച്ച കളറാണ് ഉണ്ടാവേണ്ടത്, പക്ഷെ പിന്നീട് എന്ത് ചെയ്യും, തവിട്ട് ഇലപ്പുള്ളികൾ ഇങ്ങനെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ചെടികളിലും ആനിമൽസിലും വരുന്ന രോഗങ്ങൾ. രണ്ടും പഠിച്ചു വെക്കണം. ഏതെങ്കിലും 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പേഴ്സണൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ച് ജിമ്മിൽ പോകാനൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടി നോക്കുക, അതേപോലെ തന്നെ അല്ലേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പുഷപ്സ് ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക, സിറ്റപ്പ് എടുക്കാൻ വേണ്ടി നോക്കുക, സ്കിപ്പ് ചെയ്യുക, ഗേൾസ് ഒക്കെ അല്ലെ ബോയ്സും സ്കിപ്പൊക്കെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക, നല്ല ഹൈജീൻ ഉണ്ടാകുക അല്ലെ, ലിമിറ്റഡ് സ്ക്രീൻ ടൈം. കണ്ണിന്റെ പ്രശ്നത്തിന് എല്ലാവരുടെ അമ്മമാർ പറയാറുണ്ടാവും അല്ലെ, നിങ്ങൾക്ക് സ്ക്രീൻ ടൈം കൂടുതലായതുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല ഫുഡുകൾ കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നല്ല ഫുഡുകൾ കഴിക്കുക എന്നുള്ളത് ഇതിനെല്ലാവരും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും ഇന്ന് മക്കളെല്ലാവരും ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കുറച്ച് കുറയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, റെഡി ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുമുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് ഇമ്മ്യൂണിറ്റി. എന്താണ് മക്കളെ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ, ഈ ലോകത്ത് ഒരുപാട് തരത്തിലുള്ള സൂക്ഷ്മജീവികളുണ്ട്, അതിൽ തന്നെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന കുറേ ജീവികളുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് എല്ലാ അസുഖങ്ങളും ഒന്നും വരുന്നില്ല? കാരണം നമ്മൾ ഈ രോഗാണുക്കളോട് കൂടെ തന്നെയാണ് അല്ലേ, ഈ ചുറ്റുപാടിൽ ഒരുപാട് രോഗാണുക്കളുണ്ട്, ഈ രോഗാണുക്കളുടെ കൂടെ തന്നെയാണ് നമ്മളും എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലുള്ള ജീവിതം നയിക്കുന്നത്. പക്ഷേ നമുക്ക് എല്ലാ രോഗങ്ങളും പിടിപെടുന്നില്ല, ചില രോഗങ്ങൾ മാത്രമേ പിടിപെടുന്നുള്ളൂ. ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനിലും ഈ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശേഷിയാണ്, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എല്ലാ മനുഷ്യരിലും ഒരുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. കാരണം ചില ആളുകൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയായിരിക്കും, അവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കുറവായിരിക്കും. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് അവരുടെ ജനിതകപരമായിട്ടുള്ള കഴിവുകളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അവർ പാലിക്കുന്ന അവരുടെ ആരോഗ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അവർ വ്യായാമം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അവർ നല്ല ഡയറ്റ് എടുക്കുന്നതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവരുടെ രോഗപ്രതിരോധ ശേഷിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എല്ലാ രോഗങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശേഷി ഉപയോഗിച്ചിട്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റത്തില്ല. ചില രോഗങ്ങൾ വരാനുള്ള സാധ്യത അല്ലേ, കാരണം ആ രോഗാണു വളരെയധികം സ്ട്രോങ്ങർ ആയിട്ടുള്ള രോഗാണു ആണെന്നുണ്ടെങ്കിൽ ആ രോഗം മനുഷ്യരിലേക്ക് വരാം. എന്നിരുന്നാലും അല്ലെ ആ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വഴിയുണ്ട്. എന്താണെന്നറിയാമോ? അതാണ് വാക്സിൻ എന്ന് പറയുന്നത്. അതായത് വാക്സിനേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ആ രോഗത്തെ
പ്രതിരോധിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ വാക്സിനേഷനിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പൊ ആർജിച്ചെടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ അല്ലെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആർജിത പ്രതിരോധ ശേഷി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, അവർ ബോഡീസ് നാച്ചുറലി ഹാവ് ദ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് പാത്തോജൻസ് വൺസ് ദേ എൻറ്റർ ദ ബോഡി. This is called natural immunity. The ability varies from person to person. ഇതാണ് മിസ് നേരത്തെ പറഞ്ഞത്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഓരോ വ്യക്തികളിലും എന്താണ് വ്യത്യസ്തമായിട്ടാണ് കാണാറ്. ഇനി അടുത്ത് നോക്കിക്കേ, the body is unable to develop natural immunity against some communicable diseases such as polio, hepatitis B. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി മുതലായ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കില്ല. ആ കേസിൽ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ രോഗത്തെ തടയണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വാക്സിനേഷനിലൂടെ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും, നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടും. ഇങ്ങനെയുള്ള മെത്തേഡിനെയാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർജിത പ്രതിരോധ ശേഷി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, ഇപ്പൊ കഴിഞ്ഞ കോവിഡ് പോലും നമുക്ക് ഒരു വിധത്തിലെങ്കിലും അതിനെ ചെറുത്ത് നിൽക്കാൻ സാധിച്ചത് വാക്സിനേഷന്റെ ഡെവലപ്മെന്റ് കൊണ്ടാണ്. അപ്പോൾ വാക്സിനേഷൻ ആണ് മനുഷ്യരെ പല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്സിനേഷനിലൂടെ നമ്മുടെ പ്രതിരോധ ശേഷി ഉയർത്തിയിരിക്കുകയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ക്ലിയർ? അപ്പൊ നമ്മൾ എല്ലാവരും വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. വാക്സിനേഷൻ അല്ലെ ജനിച്ച സമയം മുതൽ 16ാമത്തെ വയസ്സ് വരെ നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. ജനന സമയത്ത് നമ്മൾ OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി മുതലായ വാക്സിൻസ് ആണ് എടുത്തത്. വാക്സിൻ ഇഞ്ചക്ഷൻസ് ആയിട്ടും എടുക്കാം, തുള്ളിമരുന്ന്. OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ എന്ന്, അതായത് തുള്ളിമരുന്ന്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഗംഭീരമായിട്ട് പറയേണ്ടത്. അപ്പൊ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഡെലിവർ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കാണുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ചാനൽ അല്ലേ, യെസ്, എല്ലാവരെ കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിലെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. മാത്രമല്ല നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലെ മക്കൾക്ക് അല്ലേ സൈലത്തിൻ്റെ ഒരു അടിപൊളി ബാച്ച് ഉണ്ട്. നമ്മുടെ ബാച്ചിൻ്റെ പേര് പൃഥ്വി ബാച്ച് എന്നാണ്. അപ്പോൾ പൃഥ്വി ബാച്ചിലേക്കും മക്കൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തിനാണല്ലേ വെയിറ്റ് ചെയ്യുന്നത്, അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.